എല്ലാവർക്കും നമസ്കാരം. വിവിധ തരം ഫെറസ് ലോഹങ്ങളെ സ്പാർക്ക് ടെസ്റ്റ് വഴി എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഒബ്ജക്റ്റീവ്സ്. വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ടൂൾ റെസ്റ്റിൽ ലോഹങ്ങളെ സപ്പോർട്ട് ചെയ്യുക. 2. വീൽ ഫേസിൽ ലോഹം ഗ്രൈൻഡ് ചെയ്യുക. 3. സ്പാർക്ക് ടെസ്റ്റ് ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ ഫെറസ് ലോഹങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ പ്രവർത്തനത്തിന് ആവശ്യമായ മെഷീനറികളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഗ്രൈൻഡിംഗ് മെഷീൻ ഒരെണ്ണം, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, പിഗ് അയൺ, ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഹൈ മഗ്നീഷ്യ സ്റ്റീൽ, ടങ്സ്റ്റൺ മാഗ്നറ്റ് സ്റ്റീൽ തുടങ്ങിയ ഇരുമ്പടങ്ങിയ ലോഹക്കഷ്ണങ്ങൾ ഓരോന്ന് വീതം. ആദ്യമായി ഇരുമ്പടങ്ങിയ ലോഹങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇരുമ്പടങ്ങിയ ലോഹങ്ങളെയാണ് ഫെറസ് മെറ്റൽ എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവുമായി സമ്പർക്കമുണ്ടായാൽ ഇരുമ്പടങ്ങിയ ലോഹങ്ങൾ തുരുമ്പ് പിടിക്കും. അവയിലടങ്ങിയ കാർബണിൻ്റെ അംശം കൂടുതലായതാണ് ഇതിന് കാരണം. ക്രോമിയം, നിക്കൽ, മാംഗനീസ്, മോളിബ്ഡിനം, വനേഡിയം തുടങ്ങിയ അനേകം അലോയിങ് ഘടകങ്ങൾ ഫെറസ് ലോഹങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം. ടൂളുകൾ, പൈപ്പുകൾ, പാത്രങ്ങൾ, കട്ട്ലറികൾ മുതലായവ ഉണ്ടാക്കാനും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും മറ്റും ആവശ്യമായ എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾക്കും ഫെറസ് ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മിക്ക ഫെറസ് ലോഹങ്ങളും മാഗ്നറ്റിക് ആണ്, അതായത് കാന്തികമാണ്. ഈ ഗുണം അവയെ ഇലക്ട്രിക്കൽ മോട്ടോർ പ്രയോഗങ്ങളിൽ ഉപയോഗിക്കാൻ കൂടുതൽ അനുയോജ്യമാക്കുന്നു. നിങ്ങളുടെ റെഫ്രിജറേറ്റർ ഡോറിൽ ഫെറസ് ലോഹത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങളുടെ ഷോപ്പിംഗ് ലിസ്റ്റ് അതിന്മേൽ ഒട്ടിച്ചു വെക്കാം. ചില സാധാരണ ഫെറസ് ലോഹങ്ങൾ അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, അലോയ് സ്റ്റീൽ, കാർബൺ സ്റ്റീൽ എന്നിവയാണ്. അവയുടെ ടെൻസൈൽ ശക്തിയും ദീർഘകാലം നിലനിൽക്കാനുള്ള കഴിവും കാരണം ഈ ലോഹങ്ങൾ വളരെയധികം വിലമതിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും നീളം കൂടിയതും ഉയരമേറിയതുമായ പാലങ്ങൾ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സ്ട്രക്ചർ സ്റ്റീൽ എന്നും അറിയപ്പെടുന്ന ഇതിന് നിർമ്മാണ മേഖലയിൽ പ്രമുഖ സ്ഥാനവുമുണ്ട്. ഫെറസ് ലോഹങ്ങൾക്ക് ചില അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട്. മാഗ്നറ്റിക് ആയിരിക്കുക, തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത എന്നിവയാണ് അവ. ഫെറസ് ലോഹങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന സ്വഭാവ വിശേഷതകൾ താഴെ പറയുന്നവയാണ്. അവ ഡ്യൂറബിൾ ആണ്. അവയ്ക്ക് നല്ല ടെൻസൈൽ ശക്തിയുണ്ട്. അവയ്ക്ക് നല്ല വൈദ്യുത ചാലകതയുണ്ട്. അവയ്ക്ക് ലോ കൊറോഷൻ റെസിസ്റ്റൻസ്. അവ സിൽവർ നിറമുള്ളവയാണ്. അവ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നവയുമാണ്. നോൺ അലോയ് സ്റ്റീലിൽ അഥവാ കാർബൺ സ്റ്റീലിൽ അലോയിങ് ഇൻഗ്രീഡിയൻ്റായി ഉപയോഗിക്കുന്നത് കാർബൺ ആണ്. മാംഗനീസ്, സിലിക്കൺ, സൾഫർ, ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങൾ ഈ ഉരുക്കുകളിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവയുടെ സാന്ദ്രത വളരെ കുറവായതിനാൽ മെറ്റീരിയലിൻ്റെ സ്വഭാവത്തെ ബാധിക്കുന്നില്ല. നോൺ അലോയ് സ്റ്റീലിനെ അവയുടെ കാർബൺ കണ്ടന്റ് അടിസ്ഥാനമാക്കി ലോ, മീഡിയം, ഹൈ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഇവയിൽ ഓരോ വിഭാഗത്തിനും അവയുടെ തനതായ ഗുണങ്ങളും പ്രോസസ്സിംഗ് ടെക്നിക്കുകളുമുണ്ട്. 1. ലോ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീൽ മൈൽഡ് കാർബൺ സ്റ്റീൽ എന്നറിയപ്പെടുന്നു. ഇവയിൽ 0.05 to 0.25% കാർബൺ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഇത്തരം സ്റ്റീലുകൾ നട്ടും ബോൾട്ടും, ഫോർജിങ്സ് മുതലായവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. കാരണം അവയുടെ വില താങ്ങാനാവുന്നതാണ്. അവ ഫ്ലെക്സിബിളുമാണ്. ചില സ്റ്റീലുകൾ കാർബറൈസ് ചെയ്യുന്നത് അവയുടെ പ്രതലങ്ങളെ കൂടുതൽ കഠിനമാക്കും. 2. മീഡിയം കാർബൺ സ്റ്റീൽ. ഈ സ്റ്റീലുകളിൽ കാർബൺ കണ്ടന്റ് മീഡിയം ആയിരിക്കും, അതായത് 0.25 to 0.6% എന്ന റേഞ്ചിൽ. ലോ കാർബൺ സ്റ്റീലിനെ അപേക്ഷിച്ച് ഈ കൂടിയ കാർബൺ കണ്ടന്റ് സ്റ്റീലിൻ്റെ കാഠിന്യവും ശക്തിയും വർദ്ധിപ്പിക്കുന്നു.
എന്നിരുന്നാലും ഈ സ്റ്റീലുകൾ ലോ കാർബൺ സ്റ്റീലുകളേക്കാൾ ഡക്റ്റിലിറ്റി കുറഞ്ഞവയും ആയിരിക്കും. മീഡിയം കാർബൺ സ്റ്റീലുകൾ കൂടുതൽ കാർബണും മാംഗനീസും അടങ്ങിയതാണ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഈ സ്റ്റീലുകൾ റെയിൽവേ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റിയവയാണ്. കൂടാതെ ഓട്ടോമോട്ടീവ് മേഖലയിലെ പാർട്ടുകളായ ഗിയറുകൾ, ആക്സിലുകൾ, ഷാഫ്റ്റുകൾ എന്നിവ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. 3. ഹൈ കാർബൺ സ്റ്റീൽ. 0.6 to 1% വരെ കാർബൺ കണ്ടന്റ് ഉള്ള ഉയർന്ന കാർബൺ സ്റ്റീലുകൾ ആണ് ഏറ്റവും ശക്തമായ നോൺ അലോയ്ഡ് സ്റ്റീലുകൾ. അവ ശക്തമാണ്, സ്വന്തം ആകൃതി നിലനിർത്താൻ കഴിയുന്നവയുമാണ്. കൂടുതൽ തേയ്മാന പ്രതിരോധം ആവശ്യമായി വരുന്ന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഇവ വളരെ അനുയോജ്യമാണ്. എന്നാൽ ഇവയ്ക്ക് 2-3 പോരായ്മകളുണ്ട്. അവ ലോ കാർബൺ സ്റ്റീലുകളേക്കാൾ കുറഞ്ഞ രീതിയിൽ വെൽഡബിൾ ആണ്, ഡക്റ്റൈലുമാണ്, ഇമ്പാക്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. സ്പ്രിംഗ്, ബ്ലേഡ്, റെയിൽ, വയർ റോപ്പ്, വെയർ റെസിസ്റ്റന്റ് പ്ലേറ്റുകൾ, ടൂളുകൾ തുടങ്ങിയ സാധനങ്ങൾ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 4. സ്റ്റെയിൻലെസ് സ്റ്റീൽ. തുരുമ്പിനെയും ദ്രവിക്കലിനെയും പ്രതിരോധിക്കുന്ന ഒരു ഇരുമ്പ് അലോയ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതിൽ കുറഞ്ഞത് 11% ക്രോമിയം അടങ്ങിയിട്ടുണ്ട്. മറ്റ് അഭികാമ്യമായ ഗുണങ്ങൾ നേടുന്നതിന് നോൺ മെറ്റൽസും മൂലകങ്ങളും അടങ്ങിയിരിക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയ ക്രോമിയം ഒരു നിഷ്ക്രിയ പാളി അഥവാ പാസീവ് ലെയർ സൃഷ്ടിക്കുന്നു. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ലോഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം സ്വയം പ്രൊട്ടക്റ്റും ചെയ്യുന്നു. അങ്ങനെ ദ്രവീകരണത്തെ തടയുന്നു. പ്രാക്ടിക്കലായി ചെയ്യാം. സ്റ്റെപ്പ് 1. ഗ്രൈൻഡിങ്ങിനായി ഒരു ഗ്രൈൻഡിംഗ് മെഷീൻ തയ്യാറാക്കുക. സ്റ്റെപ്പ് 2. ടൂൾ റെസ്റ്റ് അഥവാ വർക്ക് റെസ്റ്റിൽ ലോഹങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സ്റ്റെപ്പ് 3. ലോഹം കൊണ്ട് വീൽ ഫേസിൽ ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്യുക. മൃദുവായ മർദ്ദം അപ്ലൈ ചെയ്യുക. സ്റ്റെപ്പ് 4. വീൽ ഫേസിൽ ലോഹങ്ങൾ ഗ്രൈൻഡ് ചെയ്യുക. സ്റ്റെപ്പ് 5. സ്പാർക്ക് ലെങ്ത്തും നിറവും നോക്കി ലോഹത്തെ ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റെപ്പ് 6. ഗ്രൈൻഡിംഗ് വീലിന്റെ ഫേസിൽ തന്നെ ലോഹം ഗ്രൈൻഡ് ചെയ്യണം. താഴെ പറയുന്ന വ്യത്യസ്ത ലോഹങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് അവയുടെ സ്പാർക്ക് തിരിച്ചറിയുക. വ്യത്യസ്ത ലോഹങ്ങൾ: 1. ലോ കാർബൺ സ്റ്റീല്. 2. മീഡിയം കാർബൺ സ്റ്റീല്. 3. ഹൈ കാർബൺ സ്റ്റീല്. 4. ഹൈ സ്പീഡ് സ്റ്റീൽ. 5. സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇനി സ്പാർക്ക് ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒബ്ജക്റ്റീവ്സ്: ഇത് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. 1. ഗ്രൈൻഡിംഗ് വഴി വിവിധ ലോഹങ്ങളിലെ സ്പാർക്ക് ടെസ്റ്റിംഗ് ഐഡന്റിഫൈ ചെയ്യുക. 2. ഗ്രൈൻഡിംഗ് മെഷീനുകളിൽ അരക്കൽ പ്രക്രിയ, അതായത് ഗ്രൈൻഡിംഗ് പ്രക്രിയ നടത്തുക. ഫെറസ് വസ്തുക്കളുടെ പൊതുവായ ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം നിർണ്ണയിക്കുന്നതിനുള്ള ഒരു രീതിയാണിത്. അതിനായി ഒരു ലോഹ കഷ്ണം ഗ്രൈൻഡിംഗ് വീലിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ ഉണ്ടാവുന്ന സ്പാർക്ക് നിരീക്ഷിക്കുക. ഈ തീപ്പൊരികളെ ഒരു ചാർട്ടുമായോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ടെസ്റ്റ് സാമ്പിളിൽ നിന്നുള്ള സ്പാർക്കുകളുമായോ താരതമ്യപ്പെടുത്തി വർഗീകരിക്കാവുന്നതാണ് അഥവാ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഫെറസ് വസ്തുക്കളെ തരംതിരിക്കാനും സ്പാർക്ക് ടെസ്റ്റിംഗ് ഉപയോഗിക്കാം. തീപ്പൊരി സമാനമാണോ വ്യത്യസ്തമാണോ എന്ന് ശ്രദ്ധിക്കുക. സ്പാർക്ക് ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് അത് വേഗമേറിയതും എളുപ്പമുള്ളതും ചെലവ് കുറഞ്ഞതും ആയതുകൊണ്ടാണ്. കൂടാതെ ടെസ്റ്റ് സാമ്പിളുകൾ ഏതെങ്കിലും വിധത്തിൽ തയ്യാറാക്കേണ്ടതില്ല. അതിനാൽ പലപ്പോഴും സ്ക്രാപ്പിന്റെ കഷണം മാത്രം ഉപയോഗിക്കുന്നു. ഒരു മെറ്റീരിയൽ പോസിറ്റീവായി തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മയാണ് സ്പാർക്ക് ടെസ്റ്റിങ്ങിൻ്റെ പ്രധാന ന്യൂനത അഥവാ പോരായ്മ. പോസിറ്റീവ് ഐഡന്റിഫിക്കേഷൻ ആവശ്യമെങ്കിൽ കെമിക്കൽ അനാലിസിസ് നടത്തേണ്ടതുണ്ട്. സ്പാർക്ക് താരതമ്യ രീതി ടെസ്റ്റ് ചെയ്യാനെടുക്കുന്ന മെറ്റീരിയലിനെ ചെറിയ രീതിയിലെങ്കിലും കേടുവരുത്തിയേക്കാം.
ടൂൾ റൂമുകൾ, മെഷീൻ ഷോപ്പുകൾ, ഹീറ്റ് ട്രീറ്റിംഗ് ഷോപ്പുകൾ, ഫൗണ്ടറികൾ എന്നിവയിലാണ് സ്പാർക്ക് ടെസ്റ്റിംഗ് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത്. പ്രോസസ്സ്: സ്പാർക്കുകൾ സൃഷ്ടിക്കാൻ സാധാരണയായി ഒരു ബെഞ്ച് ഗ്രൈൻഡർ ആണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഇത് സൗകര്യപ്രദമായേക്കില്ല, അതിനാൽ ഒരു പോർട്ടബിൾ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നു. ഏത് സാഹചര്യത്തിലായാലും ഗ്രൈൻഡിംഗ് വീലിന് മതിയായ ഉപരിതല പ്രവേഗം, അതായത് വെലോസിറ്റി ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 23 MBAR/s, അതായത് 4500 സർഫസ് ഫീറ്റ് പെർ മിനിറ്റ്. എന്നാൽ അത് 38 58 MBAR/sനും ഇടയിൽ ആവണം, അതായത് 7500 to 11500 SFPM. SFPM എന്ന് പറഞ്ഞാൽ സർഫസ് ഫീറ്റ് പെർ മിനിറ്റ്. വീൽ പരുക്കനും കഠിനവുമായിരിക്കണം. അതിന് അലൂമിനിയം ഓക്സൈഡ് അല്ലെങ്കിൽ കാർബോറണ്ടം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നിരീക്ഷകന്റെ കണ്ണിലേക്ക് നേരിട്ട് തെളിച്ചമുള്ള പ്രകാശം വന്നടിക്കാത്ത സ്ഥലത്തായിരിക്കണം പരീക്ഷണം നടത്തുന്നത്. മാത്രമല്ല, സ്പാർക്കുകൾ വ്യക്തമായി നിരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ ഗ്രൈൻഡിംഗ് വീലും ചുറ്റുമുള്ള പ്രദേശവും ഇരുണ്ടതുമായിരിക്കണം. അതിനുശേഷം സ്പാർക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ടെസ്റ്റ് സാമ്പിൾ ഗ്രൈൻഡിംഗ് വീലിന്മേൽ ചെറുതായി സ്പർശിപ്പിക്കുന്നു. നിറം, വോള്യം, സ്പാർക്കിൻ്റെ സ്വഭാവം, നീളം എന്നിവയാണ് പ്രധാനപ്പെട്ട തീപ്പൊരി സവിശേഷതകൾ അഥവാ സ്പാർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ദൈർഘ്യം ഗ്രൈൻഡിംഗ് വീലിലേക്ക് പ്രയോഗിക്കുന്ന മർദ്ദത്തിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ സാമ്പിളുകളുടെ പ്രഷർ തുല്യമല്ലെങ്കിൽ ഇത് ഒരു ദുർബലമായ താരതമ്യ ഉപകരണം ആയിരിക്കും, അതായത് കമ്പാരിസൺ ടൂൾ എന്ന് പറയും. കൂടാതെ മെറ്റാലിക് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഗ്രൈൻഡിംഗ് വീല് ഇടയ്ക്കിടെ വൃത്തിയാക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ ഫെറസ് ലോഹങ്ങൾ, തരങ്ങൾ, അവയുടെ ഗുണങ്ങൾ, ഗ്രൈൻഡിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് സ്പാർക്ക് ടെസ്റ്റുകൾ നടത്തുന്ന വിധങ്ങൾ എന്നിവ പഠിച്ചു. കൂടാതെ വിവിധ ലോഹങ്ങളിൽ സ്പാർക്ക് ടെസ്റ്റിംഗ്, ഗ്രൈൻഡിംഗ് വഴി തിരിച്ചറിയുന്ന വിധങ്ങൾ, അതുപോലെ തന്നെ ഗ്രൈൻഡിംഗ് മെഷീനിൽ അരക്കൽ പ്രക്രിയ നടത്തുന്ന വിധങ്ങൾ എന്നിവയെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. വീഡിയോ കണ്ടതിന് നന്ദി. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.